ഹായ് ഡിയേഴ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറിൻ്റെ റെസിപ്പിയാണ്. രാത്രി നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ ഗോതമ്പിൻ്റെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് പകരം ഇടയ്ക്ക് നമുക്കൊരു വ്യത്യസ്ത രീതിയിൽ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾ എല്ലാം ഞാൻ ഒരു ഒറ്റ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു വലിയ മീഡിയം 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ക്യാപ്സിക്കം ഒരു മീഡിയത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും, ജിഞ്ചർ കുറച്ച് മതി, ഗാർലിക് കുറച്ച് കൂടുതൽ വേണം. പിന്നെ വേണ്ടത് സ്പ്രിംഗ് അണിയനാണ്, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, സെയിം കപ്പിൽ തന്നെ. അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളക്കുമ്പോഴാണ് നമ്മൾ പൊടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ചട്ടിയുടെ ചൂടിൽ തന്നെ ഈ മാവൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നനയാത്ത പൊടി ഉണ്ടാകരുത്. ആ രീതിയിൽ നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ എല്ലാ പൊടിയും നന്നായിട്ട് മിക്സ് ആകും. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഏകദേശം ഒരു ഹാഫ് കുക്ക് ആവുകയും ചെയ്യും. എന്നിട്ട് ഇതൊരു തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ആ പൊടിയെല്ലാം നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ അയവിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ പരന്ന ബോൾസ് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി, നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഗ്രേവി എന്ന് പറഞ്ഞാൽ ലൂസ് ഗ്രേവി അല്ല, ഡ്രൈ ഗ്രേവിയാണ്. അതൊക്കെ ഇതിന്മേൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തി എടുക്കുന്നത്. ബോൾസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ ടേസ്റ്റും സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കയ്യിൽ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് 2 വിരലുകൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ആ മാവെല്ലാം ഇതുപോലെ ഉരുട്ടിയിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടും എടുത്തിട്ടുണ്ട്. ആ മാവെല്ലാം പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് സോട്ട് ചെയ്യുക. ജിഞ്ചർ ഗാർലിക്ക് സോട്ടായതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. മുളക് പൊടി ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 മീഡിയം സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അണിയനൊക്കെ നന്നായിട്ട് മുളക് പൊടി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സോയാ സോസുമായിട്ട് സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേ സോയാ സോസൊക്കെ നന്നായിട്ട് സവാളയിൽ പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുക. നല്ല എരിവുള്ളതായതുകൊണ്ടാണ് 1 ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് അധികം എരിവില്ലാത്തതാണെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗ്രീൻ അണിയനില്ലേ, സ്പ്രിംഗ് അണിയൻ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രീൻ അണിയനൊക്കെ പെട്ടെന്ന് കുക്കാകും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിൽ അത് ചേർത്താലും മതിയാകും. എന്നിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കുക.
ഞാനിത് രണ്ടും കൂടി മിക്സായ സോസ് ആയതുകൊണ്ട് അത് രണ്ടും കൂടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കും. നിങ്ങളുടെ കയ്യിൽ സോസ് രണ്ടും 2 തരത്തിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങളത് ചേർക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്തത് ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുട്ടി പരത്തി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവില്ലേ അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒപ്പം ഇട്ടാൽ മിക്സിങ് ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ ബോൾസിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഗ്രേവിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഇതൊന്നും മര്യാദക്ക് വേവിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് വെറ്റായിരിക്കണം ഈ ഗ്രേവി, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇത് ഈ പത്തലെന്നാണ് ഇതിൽ പറയണത്, ഈ ഗോതമ്പ് പത്തൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പൊതിയുന്നത് വരെ നന്നായിട്ട് മിക്സിങ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ പത്തലിൽ പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട്. ഈ പത്തലൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സോസിനെല്ലാം ഉപ്പുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു 3 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് കയറി ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഗോതമ്പ് ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത്, കോറിയാണ്ടർ ലീവ്സ്. അത് കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ കോറിയാണ്ടർ ലീവ്സൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കും. ഈ നമ്മളുടെ ഈ മീലിൽ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാനായിട്ട് ഒന്ന് മിക്സിങ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹെൽത്തി വെജ് ഡിന്നർ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കണ്ടാൽ തന്നെ നല്ല ഒരു അട്രാക്ഷനാണ്. നമുക്ക് കുട്ടികളൊക്കെ ഇത് കണ്ടാൽ ഓടി വരും കഴിക്കാനായിട്ട്, ഇതെന്താണെന്ന് അറിയാതെ. ഇത് വെച്ച് ചിലപ്പോൾ പ്രോൺസ് റോസ്റ്റോ വല്ലതുമാണെന്ന് വിചാരിച്ച് കുട്ടികൾ ഓടി വരും. പക്ഷേ കഴിച്ചാൽ അവർക്ക് ഇഷ്ടക്കേട് തോന്നുന്നില്ല. നല്ല ടേസ്റ്റാണ്. സോസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. ഡിന്നറിന് മാത്രമല്ല, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ നോൺ വെജ് കഴിക്കുന്നതിന് പകരം ഈ വെജ് ആയിട്ടുള്ള വളരെ ഡെലീഷ്യസുമായിട്ടുള്ള മീൽ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ രാവിലെയും കഴിക്കാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനും കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഈ വെജ് മീൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.